അയാളും അതേപോലെ തന്നെ സ്പീഡാക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നൊരു സ്ഥലമുണ്ട്, അവിടുന്ന് അയാൾ അങ്ങനെ വായി പൊത്തി ബാക്കിലേക്ക് ഫുഡ് സ്റ്റെപ്സ് ഉള്ളതായിട്ട് എനിക്ക് ആദ്യം എനിക്കൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഒരാൾ ഫോളോ ചെയ്താണെന്ന് തോന്നി, കാരണം അയാൾ ഫോൺ യൂസ് ആക്കുന്നുണ്ടായിരുന്നു. അയാളെ കുഴിയിലേക്ക് ഉണ്ട് ചവിട്ടി താഴ്ത്തേ ചെയ്ത്. അവിടെ ഒരു വലിയ പാർക്കിൻ്റെ പോലത്തെ കല്ലുണ്ടായിരുന്നു, ആ കല്ലിൽ അയാളെന്നെ റിപ്പീറ്റിട്ട് അയാളെന്നെ അടിക്കുന്നുണ്ട്. ഓടി വരികയും ഓടി തളർന്ന് വീണ അവിടെ. മുഖത്ത് കുറച്ച് ചോരയും പാടുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോണ് വാങ്ങിയാണ് കഴിച്ചത്, മാലയും പൊട്ടിച്ചിട്ട് കമ്മലൊക്കെ എടുത്തിട്ട് അയാൾ അതേ വഴി തന്നെ അയാൾ തിരിച്ചു പോവുകയും ചെയ്ത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്കാണ് കളമശ്ശേരിയിൽ 23 വയസ്സുള്ള ഒരു യുവതിയെ ഒരു അക്രമി പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തുകയും തലയിൽ മുണ്ടിട്ട് മുറക്കി കഴുത്തിൽ കിടന്നിരുന്ന 1 പവനോളം തൂക്കം വരുന്ന മാലയും കമ്മലും ഐഫോണും കവർന്നെടുത്തത്. ആ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. HMD ജംഗ്ഷനിൽ നിന്നും റെയിൽവേ പാളത്തിലേക്ക് താഴേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ രാത്രി 7:30 മണിക്കാണ് ഈ പെൺകുട്ടി തനിച്ച് പോകുന്നത്. എല്ലാ ദിവസവും പാലം കടന്ന്, അതായത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് കടന്ന് നാഷണൽ ഹൈവേ മുറിച്ചാണ് താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്ന് നോമ്പെടുത്തത് കൊണ്ട് വലിയ ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി ചെയ്തിരുന്ന മൗലവി സ്റ്റോഴ്സിൽ നിന്നും 7:30 ആയപ്പോൾ തന്നെ ഇറങ്ങി നടന്ന് HMD ജംഗ്ഷനും കടന്നിട്ട് ഈ റെയിൽവേ പാളത്തിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു വഴിയുണ്ട്, താഴേക്കുള്ള വഴി. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴിയിൽ കൂടിയാണ് പോയത്. അവിടെ വെച്ചാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. പെൺകുട്ടി ഷോപ്പിൽ നിന്നും നടന്ന് ഈ ഹൈവേ വരെ എത്തി. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ഒരു കോൺക്രീറ്റ് ചെയ്ത പാതയുണ്ട്, അത് ചെന്ന് അവസാനിക്കുന്നത് റെയിൽവേ പാളത്തിലേക്കാണ്. അങ്ങനെ പെൺകുട്ടി നടന്ന് ഇവിടേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉള്ളത്. ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ഈ പ്രതി ചവിട്ടുന്നത്. ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ആ പെൺകുട്ടിയെ പിന്നീട് ഇയാൾ തലയിൽ മുണ്ടിട്ട് മുറുക്കിയതിന് ശേഷം ഉപദ്രവിച്ച് സ്വർണവും മൊബൈൽ ഫോണും കവർന്നത്. ഇയാൾ ഇതിന് ശേഷം ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പെൺകുട്ടി അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് ഇതുവഴി റെയിൽവേ പാളം കടന്ന് നേരെ സുഹൃത്തുക്കൾ താമസിക്കുന്ന താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചത് സഹപ്രവർത്തകനായ സുജിത്തും സുഹൃത്തുക്കളും ചേർന്നിട്ടാണ്. മൗലവി സ്റ്റോഴ്സിൽ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഒരു 8:15 കഴിഞ്ഞാണ്. ഇങ്ങനെ ഓടി തളർന്ന് വീണ അവിടെ. അപ്പം ഞങ്ങളെ ഇങ്ങനെ വിളിച്ച്, ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്, ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്ന് നടന്ന് വന്നിട്ട് അപ്പുറത്തെ പേര് വിളിച്ച് കുഴഞ്ഞ് വീണ്. ഞങ്ങളെ പിടിച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവിടെ കൊണ്ടിരുത്തുമായിരുന്നു. ഒരാൾ വന്ന് മാലയും ഫോണും പൈസ എല്ലാം എടുത്തു ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞു. മൊത്തം ക്ലിയറായിട്ട് നമ്മളോട് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, ഒരുപാട് ചോദിച്ചില്ല. മുഖത്ത് കുറച്ച് ചോരയും പാടുമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പിന്നെ അവിടുന്ന് നേരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഞങ്ങൾ നേരെ കിൻഡർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഇവിടുത്തെ ഇക്ക, മൗലവിയിലെ ഉപ്പു എന്ന് പറഞ്ഞ ഇക്കയെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തായാലും ആശുപത്രിയിൽ കിടക്കുന്ന ജസ്ന കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ജസ്ന വ്യക്തമാക്കും. ജോബ് കഴിച്ച് വരുന്ന വഴിക്കായിരുന്നു. ഞാൻ എപ്പോഴും മറ്റേ വഴിയെ വരാം. ഞാൻ ഇതിൻ്റെ അടി കൂടെ വന്നേ. പക്ഷെ എനിക്ക് ബാക്കിലേക്ക് ഫുഡ് സ്റ്റെപ്സ് ഉള്ളതായിട്ട് എനിക്ക് ആദ്യം എനിക്കൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഒരാൾ ഫോളോ ചെയ്താണെന്ന് തോന്നി, കാരണം അയാൾ ഫോൺ യൂസ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നടത്ത കുറച്ച് സ്പീഡാക്കി, അയാളും അതേപോലെ തന്നെ സ്പീഡാക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നൊരു സ്ഥലമുണ്ട്, അവിടുന്ന് അയാൾ അങ്ങനെ വായി പൊത്തി. അവിടെ ഒന്നും പണി നടക്കുന്നത്, കുറച്ച് ദിവസം അവിടെ കുഴിച്ചിട്ടിട്ടാണത്. രാവിലെ അതിലേ പോവാറ് ഞാൻ. അയാളെ കുഴിയിലേക്ക് ഉണ്ട് ചവിട്ടി താഴ്ത്തേ ചെയ്ത്. അയാൾ കുറേ ഉപദ്രവിച്ചിട്ട് അവിടെ ഒരു വലിയ പാർക്കിൻ്റെ പോലത്തെ കല്ലുണ്ടായിരുന്നു, ആ കല്ലിൽ അയാളെന്നെ റിപ്പീറ്റിട്ട് അയാളെന്നെ അടിക്കുന്നുണ്ട്.
കല്ലിലേക്ക് തന്നെ ആൾ കല്ലിലേക്ക് അടിക്കുന്നുണ്ട്, മുഖത്തടിക്കുന്നുണ്ട്, കണ്ണിന് കുത്തുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോൺ കൊടുക്കാത്തതിന് ദേഷ്യത്തിന് ആൾ ചെറിയ ചെറിയ കല്ലൊക്കെ എടുത്തിട്ട് തലയിലും മുഖത്തൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. കുറെ നമ്മള് കാലിൽ ചവിട്ടുന്നുണ്ട്, പിടിച്ച് പിന്നെ എൻ്റെ മണ്ണിലേക്ക് തന്നെ ഇതാക്കി ഫോൺ കൊടുക്കാത്തതിൻ്റെ ഉള്ളിലാണെങ്കിൽ റിപ്പീറ്റഡ്ലി എന്നെ ഉപദ്രവിക്കുന്ന. പിന്നെ ഫോൺ വാങ്ങി എൻ്റെ കഴുത്തുനിന്ന് മാലയും പൊട്ടിച്ച് എൻ്റെ കമ്മലൊക്കെ എടുത്തിട്ട് അയാൾ അതേ വഴി തന്നെ അയാൾ തിരിച്ച് പോവുകയും ചെയ്തു. ഞാൻ അതിലധികം വരാറില്ല. ഞാൻ ഷാനാമോളിക്ക മെട്രോ സ്റ്റേഷൻ വഴി എപ്പോഴും പോവാറ്. റൂമെടുത്ത് ടയേർഡായതിൻ്റെ അതിനെ വന്നതാ. ടയേർഡായതുകൊണ്ട് ഞാൻ അതിനെ വന്നതാ. ഇപ്പം 2-3 ദിവസമായിട്ട് ഇന്നും മെനഞ്ഞാന്നൊന്നും ഞാൻ അതിനെ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ചുറ്റിയിട്ടാ പോവാറ്. കളമശ്ശേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ ഒരു ബുൾഗാൻ താടി വെച്ച ആളാണ് ഈ അക്രമി എന്നാണ് പറയുന്നത്. അയാൾ ഈ ഫോൺ നൽകാത്തത് കൊണ്ട് മാലയെടുത്തു, കമ്മലെടുത്തു, പിന്നീട് ഈ ഐഫോൺ നൽകാത്തത് കൊണ്ട് തന്നെ ക്രൂരമായി അവിടെ കിടന്ന കരിങ്കല്ല് ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ആ അടിയുടെ ആഘാതത്തിലാണ് തല പൊട്ടുന്നതും ഇപ്പോൾ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നതും. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എല്ലാവിധമായ പരിശോധനകളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും മാനസികമായ ഒരു സപ്പോർട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.